ഭർത്താക്കന്മാരൊരിക്കലും ഭാര്യമാരോട് പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭാര്യയെ കളിയാക്കുക. ചിലർ ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എടുത്തടിച്ച് പറയും, എടി ഇതെന്താണ്, വായി വയ്ക്കാൻ കൊള്ളില്ലല്ലോ. അത് പിന്നീട് കേൾക്കുന്ന ഭാര്യയുടെ മനസ്സിലത് ഭയങ്കര മാനസികമായിട്ട് പ്രശ്നമാവുകയും ചെയ്യും. സത്യത്തിൽ അത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കും, ഇവൻ എന്താ ഈ പറയുന്നത്, ഇത്രയ്ക്ക് പറയണ്ടായിരുന്നു. ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് അതൊരു മഹിമയാണെന്ന്. ഇനി അഥവാ അത് കറി കൂട്ടാൻ മോശമാണ്, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തന്നെ പിന്നീട് അത് പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, അവളെന്ന് നന്നായിട്ട് വെക്കുന്നതായിരുന്നു, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഒരു കാരണവശാലും നിങ്ങളുടെ ഭാര്യ തടിച്ചിരിക്കുകയാണെങ്കിൽ, തീരെ മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ, ഇനി ഹൈറ്റ് കുറഞ്ഞതാണെങ്കിൽ, ഇനി ഒരുപാട് ഹൈറ്റ് ഉള്ളതാണെങ്കിൽ അവരുടെ മുന്നിൽ വെച്ചിട്ട് അവരെ കളിയാക്കരുത്, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് പറയരുത്. അല്ലെങ്കിൽ അവരെ തന്നെ ആരുടെ മുന്നിൽ വെച്ചല്ലെങ്കിൽ പോലും അവരെ കളിയാക്കരുത്. അതുപോലെ തന്നെ സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും പാചകം തമ്മിൽ താരതമ്യം ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മ വയ്ക്കുന്ന ടേസ്റ്റ് ചിലപ്പോൾ ഒരുപക്ഷെ ഭാര്യ വയ്ക്കുന്ന കറികൾക്ക് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഭാര്യ വയ്ക്കുന്ന കറിയുടെ ടേസ്റ്റ് അമ്മ വയ്ക്കുന്നതിന് കിട്ടണമെന്നില്ല. പിന്നെ കുഞ്ഞുകാലം മുതൽ അമ്മ വയ്ക്കുന്ന ഇങ്ങനെ കഴിച്ച് ശീലമാകുമ്പോൾ അതവരുടെ വായിക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഭാര്യ വെച്ച് കൊടുക്കുന്ന ടേസ്റ്റുകൾക്ക് ചിലപ്പം വേറൊരു രീതിയായിരിക്കാം. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ കളിയാക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും പറയുമ്പോൾ ചില പുരുഷന്മാർ പറയുന്നുണ്ട്, അപ്പനെ വിളിക്കുന്ന സ്വഭാവം, കുടുംബക്കാർ പറയുന്ന സ്വഭാവം, അതൊക്കെ ഭയങ്കര നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരുടെയും കാര്യമല്ല ഞാനീ പറയുന്നത് കേട്ടോ. എന്നാലും ഒരു 50% പേര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ കുടുംബമല്ലേ. നമ്മൾ തന്നെ നമ്മുടെ കുടുംബത്ത് കശപിശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ കുടുംബജീവിതം തന്നെയല്ലേ താറുമാറാകുന്നത്. സത്യത്തിൽ പല കുടുംബ ബന്ധങ്ങളും തകരാറിലാവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെയാണ്. രണ്ടുപേരും കൂടെ ചേർന്ന് തന്നെയാണ് ആ കുടുംബം ഇല്ലാതാക്കുന്നത്. എന്നിട്ട് അവസാനം കുടുംബ കോടതിയിൽ ചെല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരും. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ, നിങ്ങൾ കെട്ടുന്ന പെൺകുട്ടിയെ, അല്ലെങ്കിൽ നിങ്ങൾ കെട്ടുന്ന ഹസ്ബൻഡിനെ, ഭർത്താവിനെ, അല്ലെങ്കിൽ ആ പുരുഷനെ ഓരോരുത്തരും ഓരോ വ്യക്തിയാണെന്ന രീതിയിൽ അംഗീകരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. ഓരോ വ്യക്തിക്കും അവരവരുടേതായ ഇഷ്ടങ്ങളുണ്ടാവും. പക്ഷെ കുടുംബത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇഷ്ടങ്ങൾ കൂടുമ്പോഴാണ് പല കുടുംബങ്ങളും താറുമാറാകുന്നത്. ഒരു വ്യക്തിയെ നമ്മളായിട്ട് മാറ്റാൻ പറ്റില്ല. അത് ഒരു സ്ത്രീക്കോ പുരുഷനോ സ്വയം മാറണം എന്നുണ്ടെങ്കിൽ മാത്രമേ അവർ മാറുകയുള്ളൂ.